നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും എന്ന 9ാമത്തെ ദശകത്തിലെ 9ാമത്തെ ശ്ലോകമാകുന്നു. ശതം കൃതതപാസ്തതഃ സഖലു ദിവ്യ സംവത്സരാത് അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിതഃ പവനപാധസി പീതവാൻ. അടുത്തായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ശതം കൃതതപാഃ തതഃ സ ഖലു ദിവ്യ സംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവത് ബലവിജൃംഭിതഃ പവനപാധസി പീതവാൻ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. തതഃ സഹ ഖലു ശതം ദിവ്യസംവത്സരാൻ കൃതതപാഃ പൂർവാധികം തപോബലം മതിബലം ച അവാപ്യ പങ്കജം പയസി വായുനാ കമ്പിതം കില ഉദീക്ഷ്യ ഭവത് ബലവിജൃംഭിതഃ പവനപാധസി പീതവാൻ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം നാം ചർച്ച ചെയ്യുന്നു, ശ്രദ്ധിക്കുക. പിന്നീട് ആ ബ്രഹ്മാവ് 100 സംവത്സരം തപമനുഷ്ഠിക്കുകയും പൂർവാധികം തപോബലവും മനോബലവും നേടുകയും ചെയ്തു. തൻ്റെ ആധാരമായ താമരപ്പൂവ് വായുവാൽ പ്രകമ്പനം കൊണ്ട സമയത്ത് വെള്ളത്തിൽ ഇളകിയാടുന്നത് കണ്ട് ബ്രഹ്മാവ് അങ്ങയുടെ ബലത്താലുള്ള സിദ്ധിയോടെ വായുവിനെയും വെള്ളത്തെയും പാനം ചെയ്യുവാൻ ആരംഭിച്ചു. പാനം ചെയ്തു. നമസ്തേ.